പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മായാജീത് ആകുന്നതിനായി അലംഭാവം കാണിക്കുന്നത് ഉപേക്ഷിക്കൂ. ദുഃഖം കൊടുക്കുന്നത്, ദുഃഖം എടുക്കുന്നത്, ഇത് വളരെ വലിയ അലംഭാവമാണ്. അത് കുട്ടികളായ നിങ്ങൾ ചെയ്യുവാൻ പാടില്ല. ചോദ്യം: നമ്മൾ എല്ലാ കുട്ടികളെ പ്രതിയും ബാബയ്ക്ക് ഏതൊരു ആശയാണുള്ളത്? ഉത്തരം: ബാബയുടെ ആശ ഇതാണ്: എൻ്റെ എല്ലാ കുട്ടികളും എനിക്ക് സമ്മാനം എവർ പ്യോർ ആയി മാറട്ടെ. ബാബ എവർ വെളുപ്പാണ്. ആ ഒന്ന് കുട്ടികളെ കറുപ്പിൽ നിന്നും വെളുപ്പാക്കുവാൻ വന്നിരിക്കുന്നു. മായ കറുപ്പാക്കുന്നു, ബാബ വെളുപ്പാക്കുന്നു. ലക്ഷ്മി നാരായണൻ വെളുപ്പായിരുന്നു. അതിനാലാണ് കറുത്ത പതീത മനുഷ്യർ പോയി അവരുടെ മഹിമ പാടുന്നത്, സ്വയം താഴ്ന്നവരായി കരുതുന്നത്. ബാബയുടെ ശ്രീമത് ഇപ്പോൾ ലഭിക്കുന്നു. മധുരമായ കുട്ടികളെ, ഇപ്പോൾ വെളുപ്പും സദോ പ്രധാനവും ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. ഓം ശാന്തി. ബാബ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു? കുട്ടികൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മുടെ ആത്മാവ് തമോ പ്രധാനമായിരിക്കുകയാണ് എന്നത് ബാബയും അറിയുന്നുണ്ട്, കുട്ടികളും അറിയുന്നുണ്ട്. അതിനെ സദോ പ്രധാനം ആക്കേണ്ടതുണ്ട്. അതിനെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നു. ബാബ ആത്മാക്കളെ നോക്കുന്നു. ആത്മാവിന് തന്നെയാണ് ചിന്തയുണ്ടാകുന്നത്. എൻ്റെ ആത്മാവ് കറുത്തുപോയി. ആത്മാവ് കാരണം പിന്നെ ശരീരവും കറുത്തതായി. ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നു. മുൻപ് അല്പം പോലും ജ്ഞാനമുണ്ടായിരുന്നില്ല. ഇവരാണെങ്കിൽ സർവഗുണ സമ്പന്നമാണ്, വെളുപ്പാണ്, നമ്മൾ കറുത്ത ഭൂതമാണ് എന്നായിരുന്നു നോക്കുമായിരുന്നത്. എന്നാൽ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രത്തിൽ പോകുമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കും: നമ്മൾ ആദ്യം ഇങ്ങനെ സർവഗുണ സമ്പന്നമായിരുന്നു, ഇപ്പോൾ കറുപ്പും പതീതവുമായിരിക്കുന്നു. നമ്മൾ കറുപ്പും വിഷ്യസും പാപിയുമാണ് എന്ന് അവരുടെ മുന്നിൽ പറയുന്നു. വിവാഹം കഴിക്കുമ്പോൾ ആദ്യം ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു. രണ്ടുപേരും ആദ്യം നിർവികാരിയാണ്, പിന്നെ വികാരിയാകുന്നു. അപ്പോൾ നിർവികാരികളായ ദേവതമാരുടെ മുന്നിൽ പോയി സ്വയം വികാരിയും പതീതവുമാണ് എന്ന് പറയുന്നു. വിവാഹത്തിന് മുമ്പേ ഇങ്ങനെ പറയുകയില്ല. വികാരത്തിലേക്ക് പോകുന്നതിലൂടെ തന്നെയാണ് പിന്നെ ക്ഷേത്രത്തിൽ പോയി അവരുടെ മഹിമ ചെയ്യുന്നത്. ഇക്കാലത്താണെങ്കിൽ ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രത്തിലും ശിവന്റെ ക്ഷേത്രത്തിലും വിവാഹങ്ങൾ നടക്കുന്നു. പതീതമാകുന്നതിനായി കങ്കണം ബന്ധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വെളുപ്പാകുന്നതിനായി കങ്കണം ബന്ധിക്കുന്നു. അതിനാൽ വെളുപ്പാക്കുന്നവനായ ശിവ് ബാബയെ ഓർമ്മിക്കുന്നു. ഈ രഥത്തിൻ്റെ ഭൃഗുടിയുടെ മധ്യത്തിൽ ശിവ് ബാബയുണ്ട്. ആ ഒന്ന് എവർ പ്യോറാണ് എന്നത് അറിയുന്നുണ്ട്. ആ ഒന്നിന് ഈ ഒരു ആശയുണ്ട്: കുട്ടികളും പ്യോറും വെളുപ്പുമാകട്ടെ. എന്നെ മാത്രം ഓർമ്മിച്ച് പ്യോർ ആകട്ടെ. ആത്മാവിന് ഓർമ്മിക്കേണ്ടത് ബാബയെയാണ്. ബാബയും കുട്ടികളെ കണ്ട് ഹർഷിതമാകുന്നു. കുട്ടികളായി നിങ്ങളും ബാബയെ കണ്ട് മനസ്സിലാക്കുന്നു, പവിത്രമായി മാറും. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ലക്ഷ്മി നാരായണനാകും. ഈ എയിം ഓബ്ജക്റ്റ് കുട്ടികൾ വളരെ ശ്രദ്ധയോടെ ഓർമ്മ വയ്ക്കണം. ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. പിന്നെ അവിടെ പോകുമ്പോൾ സ്വന്തം തൊഴിലിൽ മുഴുകിപ്പോകും എന്നാകരുത്. അതിനാൽ ഇവിടെ മുന്നിലിരുന്ന് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഭൃഗുടിയുടെ മധ്യത്തിൽ ആത്മാവ് വസിക്കുന്നു. അകാല ആത്മാവിൻ്റെ സിംഹാസനമാണിത്. എൻ്റെ കുട്ടികളായ ആത്മാക്കളാരോ അവർ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വയം ആത്മാവ് തമോ പ്രധാനമാണ്. അപ്പോൾ സിംഹാസനവും തമോ പ്രധാനമാണ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ലക്ഷ്മി നാരായണനാകുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഇവരെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് പവിത്രമായി തന്നെയാണ് പോകുന്നത്. പിന്നെ ദേവി ദേവത എന്ന് വിളിക്കപ്പെടും.
നമ്മൾ ഇങ്ങനെയുള്ള സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. എന്നാൽ മായ ഇങ്ങനെയാണ്, അത് മറപ്പിക്കുന്നു. പലരും ഇവിടെ നിന്നും കേട്ട ശേഷം പുറത്തു പോകുന്നു, പിന്നെ മറന്നു പോകുന്നു. അതിനാൽ ബാബ നല്ല രീതിയിൽ ഉറപ്പിക്കുന്നു, ഈ ദേവതമാരിൽ എത്രത്തോളം ഗുണമുണ്ടോ അത് നമ്മൾ ശ്രീമത്തിലൂടെ നടന്ന് ധാരണ ചെയ്തുവോ? സ്വയം തന്നെ നോക്കണം. ചിത്രവും മുന്നിലുണ്ട്. നിങ്ങൾക്കറിയാം നമുക്ക് ഇതാകേണ്ടതുണ്ട്. ബാബ തന്നെയാണ് ഇതാക്കുന്നത്. മറ്റാർക്കും മനുഷ്യനിൽ നിന്നും ദേവതയാക്കാൻ സാധിക്കില്ല. ഒരു ബാബ തന്നെയാണ് ആക്കുന്നത്. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി എന്ന് മഹിമയുമുണ്ട്. നിങ്ങളിലുള്ളവരും നമ്പർ വൈസായാണ് അറിയുന്നത്. ഈ കാര്യങ്ങൾ ഭക്തർ അറിയുന്നില്ല. ഭഗവാന്റെ ശ്രീമത്ത് എടുക്കാത്തതുവരെയും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ ശ്രീമത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ വയ്ക്കൂ. നമ്മൾ ശിവ് ബാബയുടെ മതമനുസരിച്ച് ബാബയെ ഓർമ്മിച്ച് ഇതായിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുന്നത്. മറ്റൊരു ഉപായവും ഇല്ല. ലക്ഷ്മി നാരായണൻ വെളുപ്പാണല്ലോ. ക്ഷേത്രങ്ങളിൽ പിന്നെ കറുപ്പാക്കി വെച്ചിരിക്കുകയാണ്. രഘുനാഥ ക്ഷേത്രത്തിൽ രാമനെ കറുപ്പാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? ആർക്കും അറിയില്ല. കാര്യം എത്ര ചെറുതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. തുടക്കത്തിൽ ഇവർ സദോ പ്രധാനവും സുന്ദരവും ആയിരുന്നു. പ്രജകളും സദോ പ്രധാനമായി മാറുന്നു എങ്കിലും ശിക്ഷകൾ അനുഭവിച്ചാണ് ആകുന്നത്. എത്രയും കൂടുതൽ ശിക്ഷയുണ്ടോ അത്രയും പദവിയും കുറഞ്ഞു പോകുന്നു. പ്രയത്നിക്കുന്നില്ലെങ്കിൽ പാപം ഇല്ലാതാകുന്നില്ല, പദവി കുറഞ്ഞു പോകുന്നു. ബാബ ക്ലിയറായി മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളിവിടെ ഇരിക്കുകയാണ് വെളുപ്പാകുന്നതിനായി. എന്നാൽ മായ വലിയ ശത്രുവാണ്. അത് കറുപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വെളുപ്പാക്കി മാറ്റുന്നവൻ വന്നിരിക്കുകയാണ് എന്ന് കാണുന്നു. അപ്പോൾ മായ എതിരിടുന്നു. ബാബു പറയുന്നു, ഇതാണെങ്കിൽ ഡ്രാമയനുസരിച്ച് അതിന് പകുതി കൽപ്പത്തെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. മായ അടിക്കടി മുഖം തിരിപ്പിച്ച് മറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ബാബ നമ്മളെ മായ വളരെയധികം ശല്യം ചെയ്യുന്നു എന്നെഴുതുന്നു. ബാബ പറയുന്നു, ഇത് യുദ്ധമാണ്. നിങ്ങൾ വെളുപ്പിൽ നിന്നും കറുപ്പും പിന്നെ കറുപ്പിൽ നിന്നും വെളുപ്പുമാകുന്നു. ഇത് കളിയാണ്. ആരാണോ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തത് അവരെയാണ് മനസ്സിലാക്കിക്കുന്നത്. ആ ഒന്നിൻ്റെ പാദം ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഭാരതത്തിൽ എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നവരാണ് എന്നൊന്നുമല്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങളുടെ ഈ ടൈം മോസ്റ്റ് വാല്യുബിൾ ആണ്. പുരുഷാർത്ഥം പൂർണ്ണമായും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങനെ ആകേണ്ടതുണ്ട്. തീർച്ചയായും ബാബ പറഞ്ഞിട്ടുണ്ട്, കേവലം എന്നെ ഓർമ്മിക്കൂ, ദൈവിക ഗുണവും ധാരണ ചെയ്യണം, ആർക്കും ദുഃഖം നൽകാൻ പാടില്ല. ബാബ പറയുന്നു, കുട്ടികളെ ഇപ്പോൾ ഇങ്ങനെയുള്ള അലംഭാവം കാണിക്കാതിരിക്കൂ. ബുദ്ധിയോഗം ഒരു ബാബയോട് യോജിപ്പിക്കൂ. നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിരുന്നു, നമ്മൾ അങ്ങയിൽ അർപ്പണമാകും എന്ന്. ജന്മജന്മാന്തരങ്ങളിൽ പ്രതിജ്ഞ ചെയ്തു വന്നു. ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങയുടെ മതമനുസരിച്ച് തന്നെ നടക്കും. പാവനമായി ദേവതയായി മാറും. അഥവാ യുഗൾ നിങ്ങൾക്ക് കൂട്ട് നൽകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വന്തം പുരുഷാർത്ഥം ചെയ്യൂ. യുഗൾ സഹചാരിയാകുന്നില്ല എങ്കിൽ ജോഡിയാവുകയില്ല. ആര് എത്ര ഓർമ്മിച്ചിട്ടുണ്ടാകുമോ, ദൈവിക ഗുണം ധാരണ ചെയ്തിട്ടുണ്ടാകുമോ, അവരുടെ തന്നെ ജോഡിയാണ് ഉണ്ടാകുന്നത്. ഏതുപോലെ നോക്കൂ, ബ്രഹ്മ സരസ്വതി നല്ല പുരുഷാർത്ഥം ചെയ്തു, അപ്പോൾ ജോഡിയാകുന്നു. ഇവർ വളരെ നന്നായി സർവീസ് ചെയ്യുന്നു, ഓർമ്മയിൽ ഇരിക്കുന്നു. ഇതും ഗുണമാണല്ലോ. ഗോപന്മാരിലും വളരെ നല്ല നല്ല കുട്ടികളുണ്ട്. ചിലർ സ്വയവും മനസ്സിലാക്കുന്നു, മായയുടെ ആകർഷണം ഉണ്ടാകുന്നു. ഈ ചങ്ങല പൊട്ടുന്നില്ല. അടിക്കടി നാമരൂപത്തിൽ കുടുക്കുന്നു. ബാബ പറയുന്നു, നാമരൂപത്തിൽ കുടുങ്ങാതിരിക്കൂ, എന്നിൽ കുടുങ്ങൂ. ഏതുപോലെ നിങ്ങൾ നിരാകാരമാണോ, ഞാനും നിരാകാരമാണ്.
നിങ്ങളെ എനിക്ക് സമാനമാക്കുന്നു. ടീച്ചർ തനിക്ക് സമാനമാക്കുമല്ലോ. സർജൻ സർജനാക്കി മാറ്റും. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത ബാബയാണ്. ആ ഒന്നിൻ്റെ നാമം പ്രസിദ്ധമാണ്. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ആത്മാവാണ് വിളിക്കുന്നത് ശരീരത്തിലൂടെ. ബാബ വന്ന് നമ്മളെ പാവനമാക്കൂ. നിങ്ങൾ അറിയുന്നുണ്ട് നമ്മളെ എങ്ങനെയാണ് പാവനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതുപോലെ വജ്രങ്ങളുണ്ട്. അവയിൽ ചിലത് കറുത്ത അടയാളം ഉള്ളവയായിരിക്കും. ഇപ്പോൾ ആത്മാവിൽ അലോയ് ചേർന്നിരിക്കുകയാണ്. അതിനെ നീക്കം ചെയ്ത് വീണ്ടും സത്യമായ സ്വർണമാകുന്നു. ആത്മാവിന് വളരെ പ്യുവർ ആകേണ്ടതുണ്ട്. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് ക്ലിയർ ആണ്. മറ്റ് സത്സംഗങ്ങളിൽ ഇങ്ങനെ ഒരിക്കലും പറയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ ഉദ്ദേശം ഇത് ആകുന്നതിൻ്റേതാണ്. ഡ്രാമയനുസരിച്ച് നമ്മൾ പകുതി കൽപ്പം രാവണൻ്റെ കൂട്ടുകെട്ടിൽ വികാരിയായിരിക്കുകയാണ് എന്നതും അറിയുന്നുണ്ട്. ഇപ്പോൾ ഇത് ആകേണ്ടതുണ്ട്. നിങ്ങളുടെ അടുക്കൽ ബാഡ്ജുമുണ്ട്. ഇതിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഇതാണ് ത്രിമൂർത്തി, ബ്രഹ്മാവിലൂടെ സ്ഥാപന. എന്നാൽ ബ്രഹ്മാവല്ല ചെയ്യുന്നത്. ബ്രഹ്മാവ് പതീതത്തിൽ നിന്നും പാവനമാകുന്നു. മനുഷ്യർക്കറിയില്ല ഈ പതീതർ തന്നെയാണ് വീണ്ടും പാവനമാകുന്നത് എന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു. പഠനത്തിൻ്റെ ലക്ഷ്യം ഉയർന്നതാണ്. ബാബ പഠിപ്പിക്കുവാൻ വരുന്നു. ജ്ഞാനം ബാബയിൽ തന്നെയാണുള്ളത്. ആ ഒന്ന് ആരിൽ നിന്നും പഠിച്ചിട്ടില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ആ ഒന്നിൽ ജ്ഞാനമുണ്ട്. ഈ ഒന്നിൽ ജ്ഞാനം എവിടെ നിന്ന് വന്നു എന്ന് പറയില്ല. അങ്ങനെയല്ല. ആ ഒന്ന് നോളജ്ഫുൾ തന്നെയാണ്. ആ ഒന്ന് നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു. മനുഷ്യരാണെങ്കിൽ പാവനമാകുന്നതിനായി ഗംഗയിലും മറ്റും സ്നാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സമുദ്രത്തിലും സ്നാനം ചെയ്യുന്നു. പിന്നെ പൂജയും ചെയ്യുന്നു. സാഗരം ദേവതയാണ് എന്ന് കരുതുന്നു. വാസ്തവത്തിൽ ഒഴുകുന്ന നദികൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ഒരിക്കലും നശിക്കുന്നില്ല. പിന്നെ മുൻപ് ഇത് ഓർഡറിലായിരുന്നു. വെള്ളപ്പൊക്കം തുടങ്ങിയവയുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും മനുഷ്യൻ പോകില്ലായിരുന്നു. അവിടെയാണെങ്കിൽ മനുഷ്യർ തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കലിയുഗ അവസാനം ആകുമ്പോഴേക്കും എത്ര മനുഷ്യരാകുന്നു. അവിടെയാണെങ്കിൽ വളരെ വലിയ ആയുസ്സുമുണ്ടായിരിക്കും. എത്ര കുറച്ച് മനുഷ്യരായിരിക്കും. പിന്നെ 2500 വർഷത്തിൽ എത്ര അഭിവൃദ്ധി ഉണ്ടാകുന്നു. വൃക്ഷത്തിൻ്റെ എത്ര വിസ്താരമുണ്ടാകുന്നു. ആദ്യം ഭാരതത്തിൽ കേവലം നമ്മുടെ മാത്രം രാജ്യമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങളിലും ചിലരുണ്ട്, അവർക്ക് നമ്മൾ നമ്മുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഓർമ്മയുണ്ട്. നമ്മൾ ആത്മീയ വാരിയേഴ്സ്, യോഗബലം ഉള്ളവരാണ്. ഇതും മറന്നുപോകുന്നു. നമ്മൾ മായയോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രത്തോളം വിജയിയാകും. എയിം ഓബ്ജക്റ്റ് തന്നെ ഇങ്ങനെ ആകുന്നതിന് വേണ്ടിയാണ്. ഇദ്ദേഹത്തിലൂടെ ബാബ നമ്മളെ ഈ ദേവതയാക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ബാബയെ ഓർമ്മിക്കണം. ഇത് ദല്ലാളായി. സദ്ഗുരുവിനെ ദല്ലാളിൻ്റെ രൂപത്തിൽ ലഭിച്ചു എന്ന് മഹിമയുമുണ്ട്. ബാബ ഈ ശരീരമെടുക്കുന്നു. അപ്പോൾ ഇത് ഇടയിലെ ദല്ലാൾ ആയല്ലോ. പിന്നെ ശിവ് ബാബയുമായി നിങ്ങളുടെ യോഗം യോജിപ്പിക്കുന്നു. പിന്നെ വിവാഹ നിശ്ചയം തുടങ്ങിയ പേര് പറയേണ്ടതില്ല. ശിവബാബ ഇദ്ദേഹത്തിലൂടെ നമ്മുടെ ആത്മാവിനെ പവിത്രമാക്കുന്നു. പറയുന്നു, ഹേ കുട്ടികളെ, പിതാവായ എന്നെ ഓർമ്മിക്കൂ. പിതാവായ എന്നെ ഓർമ്മിക്കൂ എന്ന് നിങ്ങൾ പറയില്ല. ബാബ ഇങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ബാബയുടെ ജ്ഞാനം കേൾപ്പിക്കും. ഇതും ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. മുന്നോട്ട് പോകവേ വളരെ പേർക്ക് സാക്ഷാത്കാരമുണ്ടാകും. പിന്നെ മനസ്സ് ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. ബാബ പറയുന്നു, ഇപ്പോൾ സമയം വളരെ കുറച്ചാണ് അവശേഷിക്കുന്നത്. ഈ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ വിനാശം കാണും. എപ്പോഴാണോ റിഹേഴ്സൽ നടക്കുന്നത്
അപ്പോൾ ഇങ്ങനെ വിനാശം ഉണ്ടാകും എന്ന് നിങ്ങൾ കാണും. ഈ കണ്ണുകളിലൂടെയും വളരെയധികം കാണും. ധാരാളം പേർക്ക് വൈകുണ്ഠത്തിൻ്റെയും സാക്ഷാത്കാരമുണ്ടാകും. ഇതെല്ലാം വേഗം വേഗം നടന്നുകൊണ്ടിരിക്കും. ഈ ജ്ഞാനമാർഗത്തിൽ എല്ലാം റിയലാണ്, ഭക്തിയിൽ ഇമിറ്റേഷനാണ്. കേവലം സാക്ഷാത്കാരം കണ്ടു, അങ്ങനെ ആയില്ല. നിങ്ങളാണെങ്കിൽ ആകുന്നു. എന്ത് സാക്ഷാത്കാരം കണ്ടുവോ അത് പിന്നെ ഈ കണ്ണുകളിലൂടെ കാണും. വിനാശം കാണുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. കാര്യം ചോദിക്കുകയേ വേണ്ട. പരസ്പരം മുന്നിൽ കൊല ചെയ്യുന്നു. 2 കൈകൾ കൊണ്ടല്ലേ കൈയടി നടക്കുകയുള്ളൂ. 2 സഹോദരന്മാരെ വേർപിരിക്കുന്നു. പരസ്പരം ഇരുന്ന് യുദ്ധം ചെയ്യൂ. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ രഹസ്യം അവർ മനസ്സിലാക്കുന്നില്ല. 2 പേരെ വേർപിരിക്കുമ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വെടിക്കോപ്പ് വിറ്റുകൊണ്ടിരിക്കും. സമ്പാദ്യമുണ്ടായല്ലോ. എന്നാൽ അവസാനം ഇതുകൊണ്ട് കാര്യം നടക്കില്ല. വീട്ടിലിരുന്നു കൊണ്ട് ബോംബെറിയും സമാപ്തമാവുകയും ചെയ്യും. അതിൽ മനുഷ്യരുടെയോ ആയുധങ്ങളുടെയോ ആവശ്യമില്ല. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, സ്ഥാപന തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. ഭഗവാൻ പറയുന്നു, ഈ കാമകഠാര പ്രയോഗിക്കാതിരിക്കൂ. കാമത്തെ ജയിക്കുന്നതിലൂടെ ജഗജ്ജീത് ആകേണ്ടതുണ്ട്. ഒടുവിൽ ആർക്കെങ്കിലുമൊക്കെ അമ്പ് തീർച്ചയായും തറയ്ക്കും. ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ ടൈം മോസ്റ്റ് വാല്യുബിളാണ്. ഇതിൽ തന്നെ പുരുഷാർത്ഥം ചെയ്ത് ബാബയിൽ പൂർണ്ണമായും അർപ്പണമാകണം. ദൈവിക ഗുണം ധാരണ ചെയ്യണം. ഒരു പ്രകാരത്തിലുമുള്ള അലംഭാവം കാണിക്കരുത്. ഒരു ബാബയുടെ മതത്തിലൂടെ നടക്കണം. എയിം ഒബ്ജക്റ്റ് മുന്നിൽ വച്ച് വളരെ ശ്രദ്ധയോടെ നടക്കണം. ആത്മാവിനെ സദോപ്രധാനം പവിത്രവും ആക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. ഉള്ളിൽ ഏതെല്ലാം അടയാളങ്ങളുണ്ടോ അതിനെ പരിശോധിച്ച് നീക്കം ചെയ്യണം. വരദാനം. ബ്രാഹ്മണ ജീവിതത്തിൽ ഓരോ സെക്കൻഡും സുഖമയ സ്ഥിതി അനുഭവിക്കുന്ന സമ്പൂർണ്ണ പവിത്ര ആത്മാവായി ഭവിക്കട്ടെ. പവിത്രതയെ തന്നെയാണ് സുഖശാന്തിയുടെ ജനനി എന്ന് പറയുന്നത്. ഏതെങ്കിലും പ്രകാരത്തിലുള്ള അപവിത്രത ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും അനുഭവം ഉണ്ടാക്കിക്കുന്നു. ബ്രാഹ്മണ ജീവിതം എന്നാൽ ഓരോ സെക്കൻഡും സുഖമയ സ്ഥിതിയിൽ കഴിയുന്നവർ. ദുഃഖത്തിൻ്റെ ദൃശ്യം ആയിരുന്നാൽ പോലും എവിടെ പവിത്രതയുടെ ശക്തിയുണ്ടോ അവിടെ ദുഃഖത്തിൻ്റെ അനുഭവം ഉണ്ടാവുക സാധ്യമല്ല. പവിത്ര ആത്മാക്കൾ മാസ്റ്റർ സുഖകർത്താവായി ദുഃഖത്തെ ആത്മീയ സുഖത്തിൻ്റെ വായുമണ്ഡലത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. സ്ലോഗൻ. സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധനയെ വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. ഓം ശാന്തി. പരിതസ്ഥിതിയെ മറികടക്കാൻ കഴിയുന്നത് സ്വസ്ഥിതിയിലൂടെയാണ്. സ്വസ്ഥിതിക്ക് ആധാരം സ്വമാനമാണ്. അല്പസമയം ഈ അഭ്യാസം ചെയ്യാം. പരിധിയില്ലാത്ത വിരക്തഭാവം എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞാൻ പരിധിയുള്ള സർവ ആശ്രയങ്ങളുടെയും തീരങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ
ഈശ്വരീയ ജന്മത്തിൽ എനിക്ക് ഏക ബലവും ഏക ആശ്രയവും സർവശക്തിവാനായ ബാബയാണ്. ബാബയാകുന്ന മഹാജ്യോതിയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകുമ്പോൾ ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ നിറം എന്നിൽ പതിയുന്നു. സർവശക്തിവാനായ ബാബയുടെ സാമീപ്യം എന്നെ സർവശക്തി സമ്പന്നമാക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ബാബയുടെ ഈ സർവശ്രേഷ്ഠ സംഘത്തിലൂടെ ഞാൻ ലൈറ്റ് മൈറ്റ് സ്വരൂപമാകുന്നു. സർവശക്തിവാന്റെ സർവശക്തികളുടെയും ഛത്രഛായയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സർവ വിപരീത പരിതസ്ഥിതികളിൽ നിന്നും സുരക്ഷിതമാണ്. ഈ ശക്തിശാലി സ്വസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ മായയുടെയും പ്രകൃതിയുടെയും വിപരീത പരിതസ്ഥിതികൾ ഡ്രാമയിലെ ഒരു കളിയായി എനിക്ക് അനുഭവപ്പെടുന്നു. ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എന്ന ഈ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ പ്രാപ്തികളാലും ആത്മാവ് അലങ്കരിക്കപ്പെടുന്നു. ഞാൻ വിജയീ രത്നമായി വിശേഷ ആത്മാവായി ഭാഗ്യശാലിയായി സ്വയം അനുഭവിക്കുന്നു.
സാകാരത്തിലും ബാപ് ദാദയുടെ വരദാനി ഹസ്തവും ദിവ്യവും അലൗകികവുമായ കൂട്ടുകെട്ടും നിലനിർത്തി സർവശ്രേഷ്ഠവും അലൗകികവുമായ സ്വസ്ഥിതിയിൽ സാക്ഷ്യസ്ഥിതിയുടെ സിംഹാസനത്തിൽ ഞാൻ വിരാജിക്കുന്നു.